സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ട് 1882 മെയിൻ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ട്രാൻസ്ഫർ ടു അൺബോൺ പേഴ്സൺ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ട് 1882 സെക്ഷൻ 13 to 18 വരെയുള്ള സെക്ഷൻസിലാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അൺബോൺ പേഴ്സൺസ് ഡീൽ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് സെക്ഷൻ 13? ട്രാൻസ്ഫർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അൺബോൺ പേഴ്സൺസ്. സോ ഈ സെക്ഷൻ 13 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന അൺബോൺ ആയിട്ടുള്ള ഒരു ചൈൽഡിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ലോ അനുവദിക്കുന്നുണ്ട്. So section 13 prescribes a mechanism by which a transfer of property to an unborn person can be made. It requires certain creation of prior interest by making some living people to hold the property with life interest as a trustee for the unborn person till his birth and hand over the possession on birth or attaining majority. അതായത് അൺബോൺ ചൈൽഡിൻ്റെ പേരിൽ നമുക്കൊരിക്കലും പ്രോപ്പർട്ടി ആ ഒരു ചൈൽഡിൻ്റെ പേരിൽ തന്നെ എഴുതി വെക്കാൻ പറ്റില്ല. പകരം ആ ചൈൽഡ് ജനിച്ച് അതിനൊരു ഒരു മേജർ ആവുന്നത് വരെ, അതായത് 18 years ഓഫ് ഏജ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. സോ അത്രയും ടൈം പീരീഡിൽ ആ ഒരു ലീവിങ് പേഴ്സൺ എന്ത് ചെയ്യണം? ഈ പ്രോപ്പർട്ടി ഒരു ട്രസ്റ്റി എന്നുള്ള നിലയിൽ ഹോൾഡ് ചെയ്യണം. സോ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ലോ പ്രകാരം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അൺബോൺ പേഴ്സൺ വാലിഡ് ആണ്. സോ ഇഫ് ദ പേഴ്സൺ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് ആസ് പ്രയർ ഇൻട്രസ്റ്റ് ഡൈസ്, ദ ലിങ്ക് ബിറ്റ്വീൻ ദ ഗിവർ ആൻഡ് ദ അൺബോൺ ചൈൽഡ് ഈസ് ബ്രോക്കൺ ആൻഡ് ദ പ്രോപ്പർട്ടി റിവേർട്ട് ബാക്ക് ടു ദ ഗിവർ. സോ ഈ പറയുന്ന ഒരാളെ ട്രസ്റ്റി ആയിട്ട് നിയമിച്ചതിന് ശേഷം ഈ പറയുന്ന ട്രസ്റ്റി ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയും ഈ പറയുന്ന പ്രോപ്പർട്ടി എന്ത് ചെയ്യും? തിരിച്ച് ട്രാൻസ്ഫറുടെ കയ്യിലേക്ക് തന്നെ പോവുകയും ചെയ്യും. കാരണം അവരുടെ ജനിക്കാത്ത ഒരാളുടെ ഇടയിലും കൊടുത്ത ഒരാളുടെ ഇടയിൽ ലിങ്കായിട്ട് നിന്ന ഒരാളായിരുന്നു ഈ ഒരു ലിവിങ് പേഴ്സൺ അഥവാ ട്രസ്റ്റി. സോ ലീഗലി എന്തായി? അത് വോയിഡായി പോകും. Example, A transfers his property to his unmarried son B for life and then to B's eldest child absolutely. The transfer in favor of the eldest child of B is valid. കാരണം ഇവിടെ എ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ബിയുടെ പേരിലാണ്. അപ്പം ബി എന്ന് പറയുന്നത് എയുടെ സണ്ണാണ് ആൻഡ് ഹീസ് എ ലീവിങ് പേഴ്സൺ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ബിയുടെ മരണശേഷം ബി കല്യാണം കഴിച്ചുണ്ടാകുന്ന ആദ്യത്തെ മൂത്ത കുട്ടിക്ക് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവും. സോ ആ ഒരു കേസിൽ എന്താണ്? ഇത് വാലിഡാണ്. കാരണം ലീഗലി ലൈഫ് ഇൻട്രസ്റ്റ് ഇപ്പം ബിക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ബി സ്റ്റിൽ എലൈവ്. സോ അതെന്താണ്? വാലിഡാണ്. സോ അതാണ് സെക്ഷൻ 13. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺബോൺ പേഴ്സണിൻ്റെ പേരിലേക്ക് നമുക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് ഹോൾഡ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫറർ ഒരു ലിവിങ് പേഴ്സൺ അഥവാ ട്രസ്റ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ടാവണം. സോ ആ കുട്ടി ജനിച്ചതിന് ശേഷമോ അതല്ല കുട്ടിക്ക് മജോറിറ്റി ആയതിനു ശേഷമോ ഈ പറയുന്ന പ്രോപ്പർട്ടി വിത്ത് ഇൻട്രസ്റ്റ്, ആ പ്രോപ്പർട്ടിന്മേൽ ഒരു അബ്സല്യൂട്ട് ഇൻട്രസ്റ്റോട് കൂടി തന്നെ അൺബോൺ ചൈൽഡിന് കൊടുക്കണം. Next we are going to see section 14, rule against perpetuity. What is rule against perpetuity? Rule against perpetuity does not require that the vesting shall take place at the birth of the ultimate beneficiary. It requires that the vesting cannot be delayed in any case beyond the minority period. സോ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കുട്ടി ജനിച്ച ഉടനെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഈ കുട്ടിക്ക് ട്രസ്റ്റി പ്രോപ്പർട്ടി കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 18 years ഓഫ് ഏജ് ആകുന്നോടം വരെ, മേജർ ആകുന്നോടം വരെ ട്രസ്റ്റിക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിന് ശേഷം അത് കൈവശം വെക്കാനായിട്ട് ട്രസ്റ്റിക്ക് ലോ അനുവദിക്കുന്നില്ല. So perpetuity period consists of the lifetime of one or more person living at the time of the transfer takes effect, the further period of minority of an unborn person, and in case of child inborn, the gestation period can also be added. So maximum period of holding of the property by the trustee എന്ന് പറയുന്നത് എന്താണ്? ആ പറയുന്ന ലൈഫ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്ന ആ ഒരാൾ, ഇപ്പം പറഞ്ഞല്ലോ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് വരെ ഒരാളത് ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആളുടെ ലൈഫ് ടൈം, അയാൾ എത്ര വരെ ജീവിച്ചിരിക്കും എന്നുള്ളൊരു ലൈഫ് ടൈം പീരീഡ് പ്ലസ് 18 years, കുട്ടിക്ക് 18 വയസ്സാവുന്നോടം വരെയും പ്ലസ് ഇനിയിപ്പോൾ കുട്ടി ആ ഒരു അൺബോൺ ചൈൽഡ് അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന ഒരു ഗസ്റ്റേഷൻ പീരീഡും ആഡപ്പ് ചെയ്യാവുന്നതാണ്. സോ അതാണ് ഒരു മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ അതിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പ്രോപ്പർട്ടി ബെനിഫിഷ്യറി ആയിട്ടുള്ള അൺബോൺ ചൈൽഡിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. കേസ് ലോ Rambaran versus Ram Mohit. So in this case, the Supreme Court held that the rule against perpetuity does not apply to personal agreement. For example, agreement which do not create an interest in the property. So ഈ ഒരു കേസിൽ
കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റൂൾ അഗെയിൻസ്റ്റ് പെർപ്പച്യൂറ്റി പേഴ്സണൽ എഗ്രിമെൻറ്റ്സിൻ്റെ കേസിൽ മാത്രം ആപ്ലിക്കബിൾ ആവില്ല. ദാറ്റ് ഈസ് എക്സാമ്പിളായിട്ട് എഗ്രിമെൻറ്റ്സ് വിച്ച് ഡു നോട്ട് ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടീന്മേൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെർപ്പച്യൂറ്റി പീരീഡ് ആപ്ലിക്കബിൾ ആവില്ല. ദെൻ ഈ പറയുന്ന സെക്ഷൻ 14 ദാറ്റ് ഈസ് റൂൾ അഗെയിൻസ്റ്റ് പെർപ്പച്യൂറ്റി ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആയിട്ടുള്ള 1882 സെക്ഷൻ 14ഉം ഇന്ത്യൻ സക്സഷൻ ആയിട്ടുള്ള സെക്ഷൻ 114ഉം ഏകദേശം സിമിലർ ആണ്. നിങ്ങളത് അറിഞ്ഞിരുന്നാൽ മതി. അതായത് നോ ബിക്വസ്റ്റ് ഈസ് വാലിഡ് വെയർ ബൈ ദ വെസ്റ്റിംഗ് ഓഫ് ദ തിങ് ബിക്വീത്ത്ഡ് മേ ബി ഡിലേഡ് ബിയോണ്ട് ദ ലൈഫ് ടൈം ഓഫ് വൺ ഓർ മോർ പേഴ്സൺ ലീവിംഗ് അറ്റ് ദ ടെസ്റ്റേറ്റർ ഡെത്ത് and the minority of some person who shall be in existence at the expiration of that period and to whom if he attains full age the thing bequeathed is to belong. അതായത് ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്തും പറയുന്ന ടെസ്റ്റേറ്ററിൻ്റെ മരണശേഷം ആ ലൈഫ് ടൈം ടെസ്റ്റേറ്ററിൻ്റെ ലൈഫ് ടൈം പീരീഡും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരാൾ ടെസ്റ്റേറ്റർ ആർക്കാണോ ബില്ല് എഴുതി വെച്ചിരിക്കുന്ന ആ ആളുടെ മൈനോറിറ്റി പീരീഡ് കഴിയുന്നോടം വരെയും മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം ഫുൾ ഏജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കണം. അതായത് റൂൾ അഗെയിൻസ്റ്റ് പെർപ്പച്യൂറ്റി തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അത് ഓർത്ത് വെച്ചാൽ മതി. സോ സെക്ഷൻ 13ഉം 14ഉമാണ് മെയിനായിട്ട് അൺബോൺ പേഴ്സൻ്റെ കാര്യത്തിൽ ഓർത്ത് വെക്കേണ്ടത്. സെക്ഷൻ 15ഉം 16ഉം 17ഉം പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം, കാരണം അത് കുറച്ച് ലോങ് ആണ്. അത് അൺബോൺ പേഴ്സണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതുമാണ്. പക്ഷേ അതല്ലാതെ കുറച്ച് കണ്ടീഷൻസ് കൂടെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. എല്ലാം കൂടെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. സോ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ എന്തായാലും പാർട്ട് 2 കാണുക. ഓക്കെ, താങ്ക് യു.